5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. പക്ഷെ ഇവിടെ എല്ലാവർക്കും 3 നേരം ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ സോനയ്ക്ക് പറ്റുമോ? പ്രതിഭയ്ക്കും അമ്മയ്ക്കും കുറച്ച് ദിവസം ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിനക്ക് ശ്യാമമോളുടെ കാര്യം നോക്കണ്ടേ സോനെ? കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ എന്ത് ചെയ്യൂ ഏട്ടത്തി? അനുഭവിച്ചല്ലേ പറ്റൂ. ഏട്ടത്തി പോയിക്കോ, ഇതേ ഞാൻ നോക്കിക്കോളാം. ചേച്ചി, സോന എവിടെ? അവള് കിച്ചണിലുണ്ട് ശ്യാം. മോള് കരയുന്നു. അനുചേച്ചി കിച്ചണിൽ പോയിട്ട് സോന ഒന്ന് പറഞ്ഞോളൂ. ഞാൻ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ കുറച്ച് ദിവസത്തേക്ക് കിച്ചണിലെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് അവള് പറഞ്ഞിരിക്കുന്നത്. സോനെ, നീ മോള് കരയുന്നത് കേട്ടില്ലേ? ശ്യാമേട്ട മുറിയിലുണ്ടായിരുന്നല്ലോ, പിന്നെന്താ? സോനെ, ഞാൻ അടുത്തുള്ളപ്പോ മോള് കരഞ്ഞ പിന്നെ കരച്ചിൽ മാറ്റാൻ നിനക്കല്ലേ കഴിയത്തുള്ളൂ. നീ അതവിടെ ചെന്ന് മോളെടുത്തേ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എനിക്കിത് ഓഫാക്കിയിട്ട് വരാൻ പറ്റുമോ ശ്യാമേട്ട? പറ്റണം. കുഞ്ഞിന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തും. നീ എന്തിനാ അനുചേച്ചിയുടെ കിച്ചണിൽ കയറണ്ടെന്ന് പറഞ്ഞേ? ഓ, അപ്പോഴേക്കും അത് ശ്യാമേട്ടന്റെ കാതിലെത്തിച്ച് തന്നല്ലേ? കൊള്ളാം. എന്തുകൊള്ളാന്ന്? നിനക്ക് അവരോട് അങ്ങനെ പറയാൻ എന്ത് അധികാരമുള്ളത്? ഞാൻ അധികാരം കാണിച്ചതൊന്നും അല്ല. ഏട്ടത്തി ഇവിടെ ആഹാരം ഉണ്ടാക്കിയ അമ്മയും സത്യേട്ടനും പ്രതിഭയൊക്കെ കഴിക്കുന്ന ശ്യാമേട്ടന് തോന്നുന്നുണ്ടോ? അവര് കഴിക്കില്ലെങ്കിൽ പകരം എന്ത് വേണമെന്ന് അവര് തീരുമാനിച്ചോട്ടെ. ആ ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല. സോനെ, ചെന്ന് മോളെടുക്കാനാ പറഞ്ഞേ. ഈ ശ്യാമേട്ടൻ ഇത് എന്താ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾക്ക് അവരാണോ വലുത്? എനിക്ക് വലുതേ എന്റെ കുഞ്ഞ. അവളുടെ കാര്യം നോക്കാനായിട്ട് അവളുടെ അമ്മയ്ക്ക് കഴിയണം. നീ പോയി മോളെ എടുക്കുന്നോ അതോ? ഞാൻ പൊക്കോളാം. ശ്യാമേന്റെ ഈ ദേഷ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ദ്ര, എന്തൊക്കെ ഇവിടെയും നടക്കുന്നത്? ഇനി എന്ത് ധൈര്യത്തിലാണ് ഞാൻ എന്റെ മോളെ അവിടെ നിർത്തിയിട്ട് പോകേണ്ടത്? അവള് പ്രസവം കഴിയുന്നതുവരെ എന്റെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് ആദ്യം മുതൽ ഞാൻ സത്യനോട് പറയുന്നതാ. അവൻ കേട്ടില്ല, എന്റെ മോളും അനുസരിച്ചില്ല. അതിന്റെ ശിക്ഷയാ ഇപ്പൊ കിട്ടിയത്. എന്നാലെങ്കിലും പഠിക്കണ്ടേ? ഇപ്പോഴും അവള് പറയുന്നത് ഇവിടെ തന്നെ നിന്നാ മതിയെന്നാ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തിനാണെന്ന് പ്രതിഭയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. ഇപ്പൊ എന്റെ മോളുടെ വയറ്റി വളരുന്ന ജീവനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നാളെ അവൾക്ക് തന്നെ അത് സംഭവിക്കില്ലെന്ന് എന്താ ഒരു ഉറപ്പ്? എനിക്കേ ഈ കുടുംബത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. ദേ, അതുകൊണ്ട് അങ്ങനെ മുഖത്ത് നോക്കി പറയേണ്ടി വരുന്നത്. വിശ്വാസം ഉണ്ടായിരുന്നവർ പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോ എന്റെ മോൾക്ക് ഇവിടെ എന്താ ഒരു നിലനിൽപ്പ്? അങ്കിൾ, ഇതൊക്കെ എന്നോട് ചോദിച്ചാ പോരെ? എന്തിനാ ഏട്ടനോട് ചോദിക്കുന്നേ? ഞാനല്ലേ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ഈ കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയത് ഇന്ദ്രനെ. സുശീലയോട് ചോദിക്കുമ്പോ അവള് വിധിയെയും യോഗത്തെയും കാലദോഷത്തെയും കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അതൊക്കെ വിശ്വസിച്ച് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? അങ്കിളിന് ഈ കുടുംബത്തിൽ വിശ്വാസമില്ലെങ്കിൽ അങ്കിളിന്റെ മകളെ അങ്കിൾ തിരിച്ചു കൊണ്ടുവയ്ക്കോ? ഇവിടെ ആരും തടഞ്ഞില്ലല്ലോ. അവളല്ലേ വരാത്തത്. സത്യ, ഞാൻ പിന്നെ എന്താ ഏട്ടാ പറയേണ്ടത്? നമ്മുടെ കുടുംബത്തിൽ അരുതാത്തൊരു സംഭവം ഉണ്ടായിപ്പോയി. അതിങ്ങനെ ഊതി പെരുപ്പിക്കാൻ നോക്കിയാ? ഊതി പെരുപ്പിക്കുന്ന അല്ല സത്യ, ഒരച്ഛന്റെ ആദ്യം സങ്കടവും ഞാൻ പറഞ്ഞത്. ജനിച്ചു കാണാത്തോണ്ടായിരിക്കും നിന്റെ കുഞ്ഞു പോയിട്ട് നിനക്ക് സങ്കടമില്ലാത്തത്. പക്ഷേ ഞാൻ എന്റെ മോളെ 10-20 വർഷം വളർത്തിയതാ. അവളുടെ ദേഹത്തുനിന്ന് ജീവന്റെ ഒരു അംശം എടുത്തു മാറ്റുമ്പോ ആ വേദന എനിക്ക് അറിയാൻ പറ്റും. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ. എന്റെ മോള് വീണ്ടും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ആരാണെന്നറിയാൻ വേണ്ടിയാ. അതെങ്കിലും നിങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. എന്റെ അങ്കിളെ
അക്കാര്യത്തിൽ അങ്കിളിന് ഒരു ടെൻഷനും വേണ്ട. കുടുംബത്തിലെ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ഇവിടെ നടന്ന സംഭവമൊന്നും മൂടി വയ്ക്കപ്പെടില്ല. അങ്കിളെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവർ കുറ്റവാളിയെ കണ്ടുപിടിക്കും. അങ്കിള് ധൈര്യമായിട്ടിരുന്നോ? അത് മതി. അതെങ്കിലും നടക്കണം. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല എന്നറിയാം. എന്ന് വെച്ചൊരു ജീവൻ എടുത്തവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഞാൻ പോവാ. ഇനി ഇവിടെ നിന്നാ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോവും. ഇതുവരെ എന്തുണ്ടായാലും അതൊക്കെ നമ്മുടെ കുടുംബത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു. ഇതിപ്പോ കൈവിട്ടു പോയാലും എന്തേട്ടാ? കുത്തുവാക്കുകളും ഒളിയുമ്പോഴൊക്കെ ഏൽക്കേണ്ടി വരുന്നവരുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക് സത്യ. പിടിച്ചു നിന്നല്ലേ പറ്റൂ. എനിക്ക് തോന്നുന്നത് ഏട്ടത്തി തൽക്കാലം ഏട്ടത്തിയുടെ വീട്ടിലേക്ക് മാറുന്നതായിരിക്കും നല്ലതെന്നാ. ഇവിടെ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും അവഗണനയും സഹിച്ച് നിൽക്കണ്ടല്ലോ. വേണ്ട സത്യ. ഒളിച്ചോട്ടം കുറ്റസമ്മതമായി പോവും. അങ്ങനെ ആർക്കും മുമ്പിലും കീഴടങ്ങാൻ അനു തയ്യാറാവില്ല. തെളിവുകൾക്കും മൊഴികൾക്കൊക്കെ അപ്പുറം സത്യമെന്നൊന്നുണ്ടല്ലോ. അത് തെളിയും വരെ അവളിവിടെ തന്നെ ഉണ്ടാവും. നീയേ ജയിച്ചു വരണം. അല്ലെങ്കിലേ നമ്മുടെ ഈ കുടുംബത്തിനാ നിന്റെ നാണക്കേട്. അച്ഛന് ഞാൻ കാരണം ഒരിക്കലും നാണക്കേടുണ്ടാവില്ല. ഈ അവസാന നിമിഷത്തിലെ വാസന്തിക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാനും എനിക്കറിയാം. ഇതാണ് നിന്റെ കുഴപ്പം. അധികാരം കിട്ടുന്നതിന്